ബാഹുബലി 2-ന് ശേഷം പ്രഭാസിന് 1000 കോടി അച്ചീവ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു കൽക്കി. പിന്നീട് കൽക്കിക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പോലൊന്നും അല്ല, സെക്കൻഡ് പാർട്ടും അടുത്ത ഒരു ബ്രഹ്മാണ്ഡ ലെവലിൽ തന്നെയാണ് അവർ ഒരുക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുതൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. കമൽഹാസന്റെ സീൻസും ഈ ഒരു ഷെഡ്യൂളിൽ തന്നെ കംപ്ലീറ്റ് ആക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കമൽഹാസൻ ഈ ഒരു ചിത്രത്തിൽ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. രാംചരൺ നായകിനെ പുറത്തിറങ്ങാനിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് പെഡി. സുകുമാരന്റെ റൈറ്റിംഗിലാണ് പടം വരാനിരിക്കുന്നത്. ആ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഡീസന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. രാംചരൺ ഈ ഒരു പെഡി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇവന്റിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത് തന്റെ കരിയറിലെ തന്നെ മോസ്റ്റ് ഇൻസ്പിറേഷൻ സ്റ്റോറി അത് പെഡിയുടെ ആണെന്നാണ്. എന്തായാലും പടം വരട്ടെ, നമുക്ക് നോക്കാം ആ ഒരു ലെവലിലൊക്കെ തന്നെ പോകുമെന്ന്. അതിന് തന്നെ കമന്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചുള്ളത് ജനനായകൻ എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റിനെ പറ്റിയാണ്. നിലവിൽ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം വരുന്നത് ജൂൺ 15 വേൾഡ് വൈഡ് തിയേറ്റർ റിലീസിനായി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് കത്തനാർ എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റും അപ്ഡേറ്റിനെയൊക്കെ പറ്റി തന്നെയാണ്. എല്ലാ വീഡിയോസിലും ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ ചോദിക്കും. എന്തായാലും അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി അപ്ഡേറ്റ് ഇന്നത്തോടെ എന്ന് പറഞ്ഞേക്കാം. ഈ ഒരു ചിത്രത്തിന്റെ മൺസൂൺ സ്പെഷ്യലാണ് റിലീസ് ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. മലയാള സിനിമ കാണാനിരിക്കുന്ന ഏറ്റവും വലിയൊരു പടം. അതിൻ്റെതായ ഡിലേയും വർക്കുകളും ഒക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് പെൻഡിംഗ് ആണ്. അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ചിത്രത്തിന്റെ ഒരു പ്രോപ്പർ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്യുക എന്ന് ചിത്രത്തിന്റെ ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്ത കമന്റ് വഴി ചോദിച്ചിട്ടുള്ളത് വിജയ് സേതുപതിയുടെ നെക്സ്റ്റ് പ്രോജക്റ്റിനെ പറ്റിയാണ്. പുള്ളി ഏറ്റവും പുതിയ നായകനെ അഭിനയിക്കുന്ന ചിത്രം മണിരത്നമാണ് സംവിധാനം ചെയ്തൊരുക്കുന്നത്. നായികയായി സായി പല്ലവിയാണ് എത്തുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ നടന്നു പോവുകയാണ്. അടുത്ത ചോദിച്ചുള്ളത് ഹനുമാൻ 2-നെ പറ്റിയാണ്. ഹനുമാൻ 2 എന്ന് സംഭവിക്കുമെന്ന് അറിയത്തില്ല. മേ ബി അടുത്ത വർഷമൊക്കെ റിലീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിന്റെ പ്രോപ്പർ വർക്ക് ഇതിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റിംഗ് പരിപാടികളൊക്കെ കംപ്ലീറ്റ് ആക്കിയാലേ ഈ ഒരു ചിത്രത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് പറയാൻ പറ്റുക. ഇതേ ഒരു അവസ്ഥ തന്നെയാണ് മിറൈ 2 എന്ന ചിത്രത്തിൻ്റെയും. ആ ഒരു ചിത്രത്തിന്റെ പ്രോപ്പർ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഉടനെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ വർക്കുകളും പരിപാടികളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത കമന്റ് വഴി ചോദിച്ചിട്ടുള്ളത് റോളക്സ്, കൈദി 2 എന്നീ സിനിമകളെ പറ്റിയാണ്. അറിയാമല്ലോ, ലോകേഷിന്റെ നേരത്തെ പറച്ചിലൊക്കെ കേട്ടപ്പോൾ ഉടനെ തന്നെ LCU അടുത്ത പടങ്ങളൊക്കെ വന്ന് ബോക്സ് ഓഫീസിൽ തൂക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂലി കഴിഞ്ഞിട്ട് പുള്ളിയുടെ റേഞ്ചേ മാറി. പുള്ളി ഏത് രീതിയിലോട്ടാണ് പോകുന്നത് നമുക്ക് പ്രോപ്പർലി പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ AA23 വരുന്നു. ഇതിന് ശേഷം ഇനി അടുത്ത കൈദി 2 വന്നില്ലേ ഏതെങ്കിലും വേറെ പ്രൊജക്റ്റ് വരും. ഇപ്പോൾ സൂര്യയുടെ ആയാലും ലൈനപ്പ് വൈസ് ഏകദേശം സൂര്യ 50 റോളക്സ് വരാനുള്ള ചാൻസ് കാണുന്നില്ല. LCUവിൻ്റെ അവസ്ഥ ഇപ്പോൾ പെരുവഴിയിലായ സിറ്റുവേഷനാണ്. ഇനി എന്ന് സംഭവിക്കും, എന്ന് വരുമെന്നുള്ളൊരു പ്രോപ്പർ അപ്ഡേറ്റ് നമുക്ക് പറയാൻ പോലും പറ്റില്ല. ആ രീതിയിലാണ് ഇപ്പോൾ LCU യൂണിവേഴ്സ് തന്നെ നിൽക്കുന്നത്. നിങ്ങളൊരു LCU ഫാൻ അല്ലെങ്കിൽ LCU സിനിമ കാണാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ബെൻസ് ചിത്രമാണ് ഇനിയുള്ള ആകെ ആശ്വാസം. അത് ഈ വർഷം അവസാനവും അടുത്ത വർഷം ആദ്യമായിട്ടൊക്കെയാണ് ചിത്രത്തിലെ റിലീസ് ആയാലും ടാർഗറ്റ് ചെയ്യുന്നത്. അടുത്തായി ചോദിച്ചുള്ളത് കോസ്മിക് സാംസർ എന്ന ചിത്രത്തിലെ റിലീസ് ഡേറ്റിനെ പറ്റിയാണ്. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ചിത്രം വരുന്ന ഒക്ടോബർ 16 വേൾഡ് വൈഡ് തിയേറ്റർ റിലീസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ജൂനിയർ NTR ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് NTR 31 എന്ന ചിത്രം. ചിത്രത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് ഇന്ന് രാത്രി 11:52 പുറത്തിറക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ശിവാർത്ഥ നായകരെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായിരുന്നു സിയോൺ. ചിത്രത്തിന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം വരുന്ന ദീപാവലി റിലീസായിട്ട് ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. മാർച്ച് തുടങ്ങുന്ന ഒരു ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ മെയ്യിൽ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഡിലേ വന്നുകൊണ്ടൊക്കെ തന്നെ മേ ബി ഡിസംബർ റിലീസിനുള്ള ചാൻസസ് കാണുന്നുണ്ട്. മോസ്റ്റ്ലി അവരൊരു ദീപാവലി റിലീസ് തന്നെയാണ് ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. തല്ലുമാല, ആലപ്പുഴ ജിങ്കാന പോലുള്ള സിനിമകളുടെയൊക്കെ ഡയറക്ടറുള്ള ഗായത്രി കുമാർ ഏറ്റവും പുതിയതായി മമ്മൂക്കനെ, ആസിഫലിനെ, നെസ്ലിനെയൊക്കെ വെച്ച് ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മട്ടാഞ്ചേരി മാഫിയ. പടത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിന്റെ വർക്കുകളൊക്കെ ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലായിട്ടാണ് നടന്നു പോകുന്നത്. പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ നടന്നു പോകുന്നുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ട് ഈ ഒരു വർഷത്തോടെ തന്നെ ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രം ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും വലിയൊരു തരംഗം തന്നെയായി മാറിയിരിക്കുകയാണ്. ചിത്രം ജസ്റ്റ് 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 7 കോടി രൂപ കളക്ട് ചെയ്തു. ജസ്റ്റ് 7 കോടി രൂപ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല. പുള്ളിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത് 24 ചിത്രമാണ്, അതും 10 കോടി രൂപ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറുപ്പ് ജസ്റ്റ് 3 കോടി രൂപ 3 ദിവസം കൊണ്ട് തന്നെ 7 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേൾഡ് വൈഡ് കളക്ഷനാണ് ചിത്രത്തിനെ ഞെട്ടിച്ചിരിക്കുന്നത്. ഏകദേശം 4-5 ദിവസം കൊണ്ടൊക്കെ തന്നെ 140-150 റേഞ്ചിലൊക്കെ ചിത്രം വേൾഡ് വൈഡ് കളക്ഷൻ വിട്ടിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ ഞാൻ ചുമ്മാ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കമൻറ്റ് വഴി കുറേ പയ്യന്മാരെല്ലാം പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ ആര് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നതാണ് കറക്റ്റായി വരിക എന്ന്. എന്തായാലും ചിത്രത്തിന് ഇപ്പോഴും വലിയ രീതിയിലുള്ള ബുക്കിംഗ് ഷോക്കൗണ്ടും കളക്ഷനൊക്കെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. DQൻ്റെ ഐ ആം ഗെയിം എന്ന ചിത്രം അടുത്തൊരു വമ്പൻ റെക്കോർഡ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രം ഇന്ന് ഓണം റിലീസാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മുടെ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഹൈപ്പ് സിനിമയാണ്. ദുൽഖർ എന്ന ചിത്രത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് താൻ ഇതുവരെ തൻ്റെ കരിയറിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഒരു സ്റ്റൈലിഷ് പടം ഐ ആം ഗെയിം എന്ന ചിത്രമാണെന്നാണ്. ദുൽഖറിൻ്റെ കരിയറിൽ ഇപ്പോൾ OTT ഡീലൊക്കെ ഒരുപാട് നടക്കുന്നതാണ്. കിങ് ഓഫ് കൊത്ത ആയിരുന്നു പുള്ളിയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു OTT ഡീൽ നടന്നിട്ടുള്ളത്. 40 കോടി രൂപ ഹോട്ട്സ്റ്റാർ വിറ്റത്. ഇപ്പോൾ DQൻ്റെ 41ാമത്തെ ചിത്രത്തിന് 40 കോടി രൂപയ്ക്ക് മുകളിൽ ആമസോൺ പ്രൈം വ്യൂവേഴ്സ് ഒക്കെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഐ ആം
ഗെയിമിൻ്റെയാണ് ഞെട്ടിച്ചിട്ടുള്ളത്. ആമസോൺ പ്രൈം വീഡിയോസ് ഏകദേശം 45 കോടി രൂപയാണ് ചിത്രത്തിന് ഓഫർ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് OTT ഡീല് മാത്രമാണ് 45 കോടി രൂപ. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മിനിമം ഒരു 50 കോടിയൊക്കെ ചിലപ്പോൾ OTT ഡീല് പോകാൻ ചാൻസ് ഉള്ളതെന്നും അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതായാലും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് OTT റൈറ്റ്സ് ഒക്കെ ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി സാറ്റലൈറ്റ് എല്ലാം തന്നെ കിടക്കുകയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു നേട്ടം തന്നെയാണ് ഇപ്പോൾ ഐ ആം ഗെയിം എന്ന ചിത്രത്തിന് കിട്ടിയിട്ടുള്ളത്. അനിരുദ്ധിൻ്റെ പാട്ടുകളും അനിരുദ്ധിന് ഇഷ്ടമുള്ളവരൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അനിരുദ്ധിൻ്റെ ഒരു പടം അല്ലെങ്കിൽ അനിരുദ്ധ് കമ്പോസ് ചെയ്തൊരു പടം മലയാളത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന്. അനിരുദ്ധ് പാടിയ ഒരു പടം മലയാളത്തിലുണ്ടെങ്കിലും പുള്ളിയുടെ കമ്പോസിൽ ഒരു പടം വന്നിട്ടില്ല. ഇപ്പോൾ കാട്ടാളൻ എന്ന ചിത്രത്തിൻ്റെയൊക്കെ അതിന് പ്രൊഡ്യൂസറായിട്ടുള്ള ക്യൂബ്സ് എൻ്റർടൈൻസ് അനിരുദ്ധിനെ നമ്മുടെ മലയാളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു മമ്മൂക്ക ചിത്രത്തിൽ. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ കാരണം ആ ഒരു പ്രൊജക്റ്റ് നടന്നില്ലായിരുന്നു. അനിരുദ്ധിനെയൊക്കെ മലയാളത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഏകദേശം ഭരതനാട്യം പോലത്തെ അല്ലെങ്കിൽ മോഹിനിയാട്ടം പോലത്തെ ഒരു 3-4 സിനിമകളിൽ ചെയ്യാം. കാരണം ഇപ്പോഴത്തെ റേഞ്ച് വെച്ച് അനിരുദ്ധ് ഏകദേശം ഒരു 21 കോടി രൂപയൊക്കെ തന്നെയാണ് ഒരു പാട്ടിന് വാങ്ങിക്കുന്നത്. പക്ഷേ മലയാളത്തിൽ ആര് കൊണ്ടുവന്നില്ലെങ്കിലും ആ ഒരു ക്യൂബ്സ് എൻ്റർടൈൻസ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് കൊണ്ടുവരുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ നാൾക്ക് മുമ്പ് വന്നിട്ടൊരു അപ്ഡേറ്റ് ആയിരുന്നു പറക്കുമപ്പൻ എന്ന ചിത്രത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ അനിരുദ്ധ് എത്തുമെന്നും ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ്. എന്തായാലും അനിരുദ്ധിൻ്റെ ഒരു മ്യൂസിക് കമ്പോസിൽ ഒരു മലയാള സിനിമ സംഭവിക്കട്ടെ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.